ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം നാഷണൽ ലെജൻസിൻ്റെ ലിസ്റ്റിൽ വന്ന മോഡ്രിച്ചിൻ്റെ ഒരു കാർഡാണ്. അത്യാവശ്യം ഒരു കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓർക്കസ്ട്രേറ്ററാണ് ആൾ വന്നത്. ആൾക്ക് പാസിംഗ് ക്വാളിറ്റീസ് ഒക്കെ ഒന്നും പറയണ്ട. 97 98 ലോ പാസും ലോഫ്റ്റഡ് പാസും കേളുണ്ട്. ഡിഫെൻസീവ് സ്ട്രക്ചർ ഉണ്ട് ആൾക്ക്. നല്ല സ്പീഡ് ഉണ്ട്. സ്റ്റാമിന 90 43 വയസ്സെന്തോ ആയെന്ന് തോന്നുന്നു മോഡ്രിച്ചിന്. അപ്പം അത്രയും ഹാർഡ് വർക്കറാണ്. ഡബിൾ ടച്ച് ഉണ്ട്. ത്രൂ പാസ്, വെയിറ്റഡ് പാസ്, ഫിനോമിനൽ പാസ്, ഇൻട്രപ്ഷൻ, അറ്റാക്കിംഗ് ട്രിഗർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഗെയിമിൽ മനസ്സിലാവും. ട്രാക്ക് ബാക്ക്, ബ്ലോക്കർ, പിൻ പോയിന്റ് ക്രോസിംഗ് ഒക്കെ ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഡിപ്പിംഗ് ഷോട്ട്. സോ ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. ആളുടെ ഇവിടുത്തെ ആ ഒരു ഗോള് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അത്രയും ഒരു കിടിലൻ ഗോൾ തന്നെയാണ് അത്. ആൾ അവിടെ നിന്ന് ഒരു കർവ് എടുത്ത് കട്ട് ചെയ്ത് വന്നിട്ടാണ് ആ ഗോൾ അടിക്കുന്നത്. അപ്പം അത്രയും കിടിലൻ ഒരു കാർഡ് തന്നെയാണ് നിലവിൽ കൊണാമി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാവരും ആ ഒരു ബിഗ് ടൈം മെസ്സിക്കും റൊണാൾഡോക്കും വേണ്ടി കറക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ വെറുത്താന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിടിലൻ കാർഡ് തന്നെയാണ്. അല്ല, ഓവറോൾ എല്ലായിടത്തും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോക്സ് ടു ബോക്സിൻ്റെ ഒക്കെ ഒപ്പം ഇട്ട് കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഈ ഒരു പാസിലേ അറിയാം. ഇവിടെ നിന്ന് അയാൾ ഒരു ഇന്റർസെപ്ഷൻ നടത്തി. ആ ബോൾ അയാൾ ഫ്രണ്ടിലേക്ക് കൊടുത്ത് അറ്റാക്ക് ട്രിഗറാക്കി അവിടെ നിന്ന് തിരിച്ചു കൊടുത്തത് ആ പാസ് എത്തിയില്ല. കറക്റ്റായിട്ട് എത്തിയില്ല. തിരിച്ചതുപോലെ തന്നെ അയാൾ ആ പന്തിന് വേണ്ടി പ്രഷർ ചെയ്ത് ടാക്കിൾ എടുത്ത് പിന്നെയും അറ്റാക്ക് അവിടെ നിന്ന് ട്രിഗറാക്കും. ഈ ഒരു ഗോളിലേക്കുള്ള ഒരു മുന്നേറ്റം എന്ന് പറയാം. ഡേഞ്ചറാണ് ആളുടെ കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ. വീണ്ടും ആൾ ആ ഒരു രണ്ടുപേരുടെ ഇടയിൽ കൂടെ പാസ് കൊടുത്ത് അങ്ങനെ ഗോളായിട്ട് മാറി. ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മോഡ്രിച്ചിനെയൊക്കെ വെച്ചിട്ട്. And that is about as cool as they come. He picked his spot expertly. Well, Peter, I think the keeper knew to that number 10. ഏരിയയിലായിട്ട് എപ്പോഴും ഉണ്ടാവും. ആ മിഡ് ഏരിയയിലായിട്ട് അവിടെ നിന്ന് കളി വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും. ഇത് മറ്റേ ഡബിൾ ഇതടിച്ചിട്ടൊന്നുമല്ല. തനിയെ ആൾ ഉള്ളിലോട്ട് കയറിപ്പോണാണ്. പാസ് സമൂഹമൊന്നുമല്ല. തനിയെ ഓർക്കസ്ട്രേറ്റർ ആണെങ്കിലും ഒരു ബോക്സിലേക്ക് കയറി പോകുന്നുണ്ട്. ഒട്ടുമിക്കപ്പോഴും അതുപോലത്തെ പാസുകളാണ് സ്ട്രൈക്കറിന് വെച്ചു കൊടുക്കണേന്ന് പറയാം. ഒരു പ്യുവർ സ്ട്രൈക്കർ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളി തനിയെ കയറി പോകണ ഒരു രണ്ടുപേരുടെ കൂടെയൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാസ് അങ്ങനെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർഡാണ് ഓർക്കസ്ട്രേറ്റർ. വേണമെങ്കിൽ ഒരു നമ്പർ 10 ആയിട്ടൊക്കെ യൂസ് ചെയ്യട്ടെ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം കിടിലിനായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇഷ്ടംമാരെ ഫ്രണ്ടിലോട്ട് പാസുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് പുള്ളി പന്ത് വാങ്ങിച്ച് അവിടെ നിന്ന് അത്യാവശ്യം പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാനൊക്കെ പറ്റും. ഇതിനൊരു പ്ലെയർ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാം. അത്രയും കിടിലനായിട്ട് കാലിൽ വെച്ച് കൊടുക്കും. ഈ ഒരു ചാൻസ് ക്രിയേഷൻ നോക്കാം. പുള്ളി അവിടെ നിന്ന് ആ ഒരു പ്ലെയറെ എന്താ പറയുക ഡിക്റ്റേറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ ആ ഒരു പാസ് പോയി. അതും ലെഫ്റ്റ് ഫുട്ടിനാണ് കൊടുത്തതെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ചാൻസ് ക്രിയേഷനാണ്. വേണമെങ്കിൽ നമ്പർ 10 ആയിട്ട് യൂസ് ചെയ്യാം. ഓർക്കസ്ട്രേറ്ററാണ് അടിപൊളി. കാരണം എല്ലായിടത്തുനിന്നും പാസുകൾ പുള്ളിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നല്ല സ്റ്റാമിനയും ഉണ്ട്. രണ്ടുപേരുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു കാർഡാണെന്ന് പറയാം. 104 ആണ് ഇപ്പോൾ ഓവറോൾ ഇന്ത്യയിൽ കയറിയിട്ടുള്ളത്. കാരണം ഒരു പുതിയ അക്കൗണ്ടാണ്. ശരിക്കും 105 106 എന്താ 208 തോന്നുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കിടിലിനൊരു ഓർക്കസ്ട്രേറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ചാൻസുകൾ ആൾ ടീമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നെ ഉണ്ട്. ബോൾ വിന്നിങ് ആണെങ്കിലും ആൾ കിടിലൻ തന്നെയാണ്. പെട്ടെന്ന് തന്നെ അത് പ്ലെയറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ് ഹാളൻഡ് മിസ്സാക്കിയതാണ്. പക്ഷെ ആ ഒരു ബോൾ വിൻ ചെയ്ത ആൾ കൊടുത്തത് അത്രയും കിടിലിനായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കിടിലൻ പാസുകൾ എപ്പോഴും പുള്ളിയുടെ ഭാഗത്തുനിന്ന് പോകും. നിങ്ങൾ അതനുസരിച്ച് കളിപ്പിക്കുക. ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് മോഡ്രിച്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ലോങ് ബോൾ ആണെങ്കിലും പക്കയായിട്ട് പ്ലെയറെ ഫൈൻഡ് ചെയ്തോളും. അത്രയും പെർഫെക്റ്റ് കാർഡാണ്. Played through into space. Royce is wide and looking to get onto the... It's Modric! Sharp and fitting, but not quite. A good disguise on that, though. I don't think many people would have expected him to absolutely clatter it the way he did. Away from seeing പാസ് പെട്ടെന്ന് ഒരു പ്ലെയറെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത്രയും കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടംമാരെ ബോൾ നമുക്ക് ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമ്പർ 10 ആയിട്ടൊക്കെ യൂസ് ചെയ്യട്ടെ. ആളുടെ ക്രോസ് ആണെങ്കിലും കിടിലൻ തന്നെയാണ്. കറക്റ്റ് പക്ക തലയിൽ വെച്ച് കൊടുക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്രോസ് ആണെങ്കിലും പാസിങ് എബിലിറ്റീസ് ആണെങ്കിലും അത്യാവശ്യം
ഡിഫെൻസീവ് എബിലിറ്റി ഉണ്ട്. കളി അപ്പം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് പെട്ടെന്നായിരിക്കുള്ളൂ ഫ്രണ്ടിലേക്ക് ആൾ ക്വിക്കായിട്ട് പാസ് കൊടുക്കണം. ക്രോസ് ഇടാനാണെങ്കിലും ആള് ഡബിൾ എന്താ പറഞ്ഞ പോലെ പാസ്സാകുമോന്നും വേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിക്കയറുന്നുണ്ട്. കാരണം സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല. ഈ ഒരു പാസ് ആണെങ്കിലും കാണാം എത്ര പേരുടെ ഇടയിൽ കൂടിയാണ് കൊടുത്തത്. അത്രയും പെട്ടെന്ന് പുള്ളിക്ക് ഈ പ്ലെയറിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം മോഡ്രിച്ചിന്റെ. അപ്പം എല്ലാവരും എന്തായാലും പക്കയായിട്ട് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും എപ്പിക് മെസ്സിക്കും റൊണാൾഡോക്കും വേണ്ടി കറക്കും. അപ്പം അതിൽ വന്നൊരു കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം.